നിങ്ങൾ കണ്ടു കാണും, ചില പത്രങ്ങളിലും ഈ TV ചാനലിലൊക്കെ ന്യൂസ് റിപ്പോർട്ട് വരുന്നുണ്ട്. സാബു ജേക്കബിൻ്റെ കൂടെയുള്ള പല ആൾക്കാരും അത് പിളർത്തും, അത് വിട്ടുപോകും. ചില പഞ്ചായത്ത് മെമ്പേഴ്സ് അവർ അതിൽ നിന്നും രാജിവെക്കും. ഒരു കാര്യം പറയാം, സാബു ജേക്കബിന് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന 4-5 പഞ്ചായത്ത് കിട്ടി. ചില പഞ്ചായത്തുകൾ പോയി. ഏകദേശം കേരളമാകെ 88 സീറ്റുകളാണ് സാബുവിന് ലഭിച്ചത്. അത് പ്രധാനമായിട്ട് നോക്കുക. ഇത് സാബു ജേക്കബ് സ്വന്തമായ ഒരു കോർപ്പറേറ്റ് ആവശ്യത്തിന് ഉണ്ടാക്കിയെടുത്ത പാർട്ടി, അതായത് കോർപ്പറേറ്റ് കൾച്ചറിലുള്ള പാർട്ടി എന്ന് തന്നെ വേണേൽ പറയാം. അത് ആവശ്യമാണ്. കേരളത്തിൽ ഇന്നത്തെ സമയത്ത് കേരളത്തിന് വളരെ ആവശ്യമായ ഒരു ഘടകമാണ്. അപ്പം ഈ പാർട്ടിക്കാർ പോയെന്ന് പറയുന്നത്, ഞാനതിൻ്റെ യാഥാർത്ഥ്യം പറയാം. ഞാൻ ഈ പൊളിറ്റിക്കൽ പാർട്ടി ഒന്ന് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനും അതിനു മുമ്പുള്ള അസംബ്ലി ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും ഒക്കെ ഇതിനകത്ത് വോട്ട് പിടിക്കാൻ പോകുന്ന പല ആൾക്കാർക്കും അവർക്ക് കൊടുക്കുന്നത് 500 രൂപ അല്ലെങ്കിൽ 600 രൂപ പെർ ഡേ. എന്നിട്ട് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ബിരിയാണി. ഇങ്ങനെയാണ് ഈ പാർട്ടി പ്രവർത്തനം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനകത്ത് 500 രൂപയും ബിരിയാണിയും ബ്രേക്ക്ഫാസ്റ്റും കിട്ടുന്നവർക്ക് അത് ഇനി ഫർദർ കിട്ടത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. അവർ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അത്. കാരണം BJP എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് അവരുടെ കൂടെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന പണം കൊടുത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതില്ലാതാകും. അപ്പൊ അവരതിൻ്റെ അകത്ത് വിട്ടുപോകുന്നു, ചില ആൾക്കാർ വിട്ടുപോകുന്നു എന്നല്ലാതെ ഇതിനകത്ത് ഈ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് അതിൻ്റെ കാരണം. ഏറ്റവും കൂടുതൽ സാബു ജേക്കബിനെ അനുകൂലിക്കുന്ന ഘടകം എന്ന് പറയുന്നത്, പോസിറ്റീവായിട്ട് അനുകൂലിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകളാണ്. അതായത് മിഡിൽ ക്ലാസ്സിലും അപ്പർ മിഡിൽ ക്ലാസ്സിലുമുള്ള ക്രിസ്ത്യൻസ്, പ്രത്യേകിച്ച് NRIs. ഇപ്പം NRIസിൻ്റെ അവരുടെ പല ബന്ധുക്കളോടും അവരുടെ കുടുംബക്കാരോടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാബുവിന് അനുകൂലമായിട്ട് കേരളത്തിലാകമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്കൊക്കെ BJPക്ക് വോട്ട് ചെയ്യാൻ പാടായിരിക്കും, പക്ഷെ സാബുവിന് വോട്ട് ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്തുവാ? കേരളത്തിലെ ലെഫ്റ്റും കോൺഗ്രസ് പാർട്ടിയും കാണിക്കുന്ന ഒരു ഇസ്ലാമിക പ്രീണന നയം. അത് കേരളത്തിൽ ശരിക്കും ഉരുണ്ടുകൂടിയിട്ടുണ്ട്. അത് ചെറിയ ഇഷ്യൂ ഒന്നുമല്ല. അതവിടെ നിൽക്കട്ടെ.